പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ എന്ന ടോപ്പിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട 3 റിസൾട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ഈ ടോപ്പിക്കിൽ വരുന്ന 2 റിസൾട്ടും കൂടിയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ 3 കാസറോള് എടുത്തിട്ടുണ്ട്. 3 കാസറോള് ഒന്നും കൂടി ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഞാനൊരു കേക്ക്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേക്ക്, കപ്പ് കേക്ക് ഇതും എടുത്തു. എനിക്ക് ഈ കേക്ക് എത്ര രീതിയിൽ ഈ കാസറോളിൽ അറേഞ്ച് ചെയ്യാം, എത്ര രീതിയിൽ എനിക്ക് ഈ വെസലിൽ എനിക്കിതിനെ വെക്കാം. എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഞാൻ 1, 2, 3 ഇങ്ങനെ നമ്പറിങ് ചെയ്യാം. എനിക്കെന്ത് ചെയ്യാം, ഈ ഒരു കാസറോൾ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാസറോൾ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാസറോൾ വെക്കാം. അപ്പോൾ 3 കാസറോളും അതേപോലെ ഒരു കേക്കുമാണെങ്കിൽ എനിക്ക് 3 രീതിയിൽ എനിക്ക് ഇതിനെ ഈ കാസറോളിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു കേക്കിന് പകരം 2 കേക്ക് എടുത്തു. 2 കേക്ക് എടുത്തു. ഈ 2 കേക്ക് എനിക്ക് എത്ര രീതിയിൽ ഈ കാസറോൾ അറേഞ്ച് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ കാസറോളിൽ 2ഉം ഇൻസേർട്ട് ചെയ്യാം, അല്ലേ, 2ഉം വെക്കാം. ദാറ്റ് ഈസ് ഇത് 1, അല്ലേ, നമ്പറിങ് ചെയ്യണം, ഇത് 1. അല്ലെങ്കിൽ രണ്ടാമത്തെ വെസലിൽ എനിക്ക് ഇത് 2ഉം വെക്കാം, അല്ലേ, അല്ലെങ്കിൽ ഇത് 2ഉം മൂന്നാമത്തെ കാസറോളിൽ വെക്കാം. ഇപ്പോൾ 3 രീതിയിൽ വെച്ചു, അല്ലേ. ഇനിയോ ഒരു കേക്ക് 1ലും ഒരു കേക്ക് 2ാമത്തിലും വെക്കാം, അല്ലെങ്കിൽ ഒരു കേക്ക് 1ലും ഒരു കേക്കിൽ 3ലും വെക്കാം, അല്ലെങ്കിലോ ഒരു കേക്ക് 1ലും ഒരു കേക്ക് 2ലും ഒരു കേക്ക് 2ലും വെക്കാം. അപ്പോൾ 3 വെസലിൽ 2 ഐഡൻറ്റിക്കൽ ഒബ്ജക്റ്റ് എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് 6 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലേ. നെക്സ്റ്റ് രണ്ട് കേക്കിന് പകരം ഞാൻ 3 കേക്ക് എടുത്തു. ഇവിടെ 3 വെസലും 3 സെയിം ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്, അല്ലേ, ഒബ്ജക്റ്റ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ 3 എണ്ണം ഇതിൽ വെക്കാം. ഇനി അല്ലെങ്കിൽ 3 എണ്ണം ഈ സെക്കൻഡ് വെസലിൽ സെക്കൻഡ് പ്ലേറ്റിൽ വെക്കാം, അല്ലെങ്കിൽ 3ഉം തേർഡ് വെസലിൽ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനിയോ 2 എണ്ണം ഇവിടെയും 1ലും 1 ഇവിടെയും വെക്കാം. നെക്സ്റ്റ് 2 എണ്ണം ഇവിടെയും 1 മൂന്നാമത്തെ വെസലും വെക്കാം. നെക്സ്റ്റ് 2 എണ്ണം ഇവിടെയും 1 ഇവിടെയും വെക്കാം, അല്ലേ. എത്ര ടൈപ്പായി? ഇനി 2 കേക്കിന് പകരം ഞാൻ 3 കേക്ക് എടുത്തു. ഈ 3 കേക്ക് ഈ 3 വെസലിൽ എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം, എത്ര രീതിയിൽ നമുക്ക് ഇവിടെ ഈ കാസറോളിൽ വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ 3 എണ്ണം ഫസ്റ്റ് കാസറോള് എനിക്ക് വെക്കാം. ഓക്കെ, 1, 2, രണ്ടാമത്തേതിൽ 3 വെക്കാം. നെക്സ്റ്റ് മൂന്നാമത്തെ കാസറോളിൽ എനിക്ക് 3 കേക്കും ഒന്നിച്ച് വെക്കാം. ഓക്കെ, ഇപ്പോൾ 3 ടൈപ്പായി. ഇനിയോ ഒന്നാമത്തെ കാസറോളിൽ 2 എണ്ണം, അതുപോലത്തെ രണ്ടാമത്തെ കാസറോളിൽ 1 വെക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തേതിൽ കിടക്കുന്ന കേക്ക് എടുത്ത് മൂന്നാമത്തേതിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു അറേഞ്ച്മെൻറ്റായി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തേതിൽ 2 എണ്ണം വെച്ചു, രണ്ടാമത്തേതിൽ 1 വെച്ചു, രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ എടുത്ത് മൂന്നാമത്തേക്ക് വെച്ചു, 2 രീതിയായി. നെക്സ്റ്റ് 2 കേക്ക് സെക്കൻഡ് വെസലിൽ വെച്ചു, 1 ഫസ്റ്റ് വെസലിൽ വെച്ചു, മൂന്നാമത്തെ രീതി, അല്ലേ. 3 വേസ് നമുക്ക് എന്ത് ചെയ്തു, ഈ അറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് 4ാമത്തെ മെത്തേഡ്, 1ാമത്തെ വെസലിനടുത്ത് മൂന്നാമത്തെ വെസലിലേക്ക് വെച്ച്. ഓക്കെ, അതുപോലെ ഈ 2 എണ്ണം എടുത്ത് തേർഡിലേക്ക് വെച്ചു, 1 ഇവിടെ വെച്ചു, നെക്സ്റ്റ് അടുത്ത് കഴിഞ്ഞ് ഇതെവിടെ വെച്ച്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 6
ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കേക്കിനെ 3 വെസലിൽ വെക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് മെത്തേഡ്, ഈ ഓരോ കേക്കും ഓരോന്നിൽ വെക്കാം അല്ലേ. അപ്പോൾ 3 വെസലും 3 സെയിം ഒരേപോലെയുള്ള ഒബ്ജക്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വെസലിൽ അതിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കേസിൽ n=3, r=, നമ്പർ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് r=1. അതെത്രയായിരുന്നു, ഓർത്ത് വെക്കുക, അതെത്രയായിരുന്നു, 3 അല്ലേ. അഥവാ ഒരു കേക്ക് എടുത്ത് 3 പാത്രം എടുത്തു അല്ലേ, 3 വെസലും എടുത്തു. അതിനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അറേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ കേസ് n=3, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വെസൽസ് 3. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ദാറ്റ്സ് ഈക്വൽ ടു 2. എത്ര രീതിയിൽ വെക്കാം, 6 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇതിൽ ഇൻസേർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ചെയ്ത് നോക്കി. നെക്സ്റ്റ് മൂന്നാമത്തെ കേസ് n=3 ആൻഡ് r=, നമ്പർ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് = 3. അത് എത്ര രീതിയിൽ വെക്കാം, 10 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് അടുത്ത റിസൾട്ട്. ഐഡൻറ്റിറ്റിക്കലായ 6 ഒബ്ജക്റ്റ് 6 എലമെൻറ്റ്സ് n വെസൽസിൽ എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സെയിം റിസൾട്ടാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് തിയറിയിലേക്ക് പോവാം. അപ്പോൾ n വെസലും 6 ഒബ്ജക്റ്റും എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രീതിയിൽ ഈ 6 ഒബ്ജക്റ്റിനെ ഈ n വെസലിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, ഇവിടെ 3 കാസറോള് അല്ലേ, 3 കാസറോൾ എടുത്തു. ഫസ്റ്റ് ഒരു എലമെൻ്റ് എടുത്തു. അത് എത്ര ടൈപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, 3 രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് കിട്ടി. നെക്സ്റ്റ് നമ്പർ ഓഫ് കാസറോള് 3 ആയിരുന്നു, നമ്പർ ഓഫ് കേക്ക് 2 ആയിരുന്നു. ഇത് 6 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വെക്കാൻ പറ്റുമെന്ന് കണ്ടെത്തി. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തേത് 3 കാസറോളും 3 കേക്കും, അത് 10 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ആ മാത്തമാറ്റിക്കൽ ഫോം, എന്താണ് കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ഇതിൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് കേസ് ഞാൻ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ, ഈ ഒരു നമ്മൾ ഈ വെച്ച രീതിയിലുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് x1 + x2 + x3 = 1. x1 x2 x3 എന്താണ്, ഇത് കാസറോളാണ്. ഈ 3 എണ്ണത്തിൽ ഒരു കേക്ക് എത്ര രീതിയിൽ വെക്കാം അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം. ഇവിടെ ഫസ്റ്റ് ഇതിൽ 0 വെച്ചു, ഇതിൽ 1 വെച്ചു, ഒരു കേക്ക് വെച്ചു. ടോട്ടൽ എത്രയാണ്, ടോട്ടൽ 1 നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ. =1 എന്നുള്ളത് എത്ര നമ്പർ ഓഫ് കേക്കാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് വെക്കാം, ഇവിടെ x1 ഒന്നാമത്തെ കാസറോള് 0, രണ്ടാമത്തെ കാസറോള് ഒരു 0, മൂന്നാമത്തെ കാസറോള് 1 അല്ലേ. പിന്നെ അടുത്തത് 0 1 0, നെക്സ്റ്റ് 1 0 0. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കേക്കാണുള്ളത്, 1 ആയിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്, ഇത് നമ്മൾ ഫസ്റ്റ് വെച്ച ആ മെത്തേഡ് എന്താണ്, പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഫോർ ദി ഇക്വേഷൻ x1 + x2 + x3 = 1. ഇനി രണ്ടാമത് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ എന്താ ചെയ്തത്, 3 കാസറോൾ എടുത്തു, 2 കേക്ക് കൊടുത്തു. എത്ര രീതിയിൽ ഈ 2 കേക്കിനെ ഈ 3 കാസറോളിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, x1 + x2 + x3 = 2. അഥവാ 2 കേക്കിനെ ഈ 3 വെസലിൽ എങ്ങനെയൊക്കെ വെക്കാം, അഥവാ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഫോർ ദി ഇക്വേഷൻ x1 + x2 + x3 = 2 അല്ലേ. എങ്ങനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തേ, ഒന്നാമത്തേത് 2 എണ്ണം ഇവിടെ വെച്ചു അല്ലേ, ഇത് രണ്ടും ബ്ലാങ്ക് ആക്കിയിട്ടു. നെക്സ്റ്റ് 2 എണ്ണം ഇവിടെ വെച്ചു, ബാക്കി ഇത് രണ്ടും ബ്ലാങ്ക് ആക്കിയിട്ടു. നെക്സ്റ്റ് 2 എണ്ണം
ലാസ്റ്റ് കാസറോൾ വെച്ചു, ഫസ്റ്റും സെക്കൻഡും കാസറോള് ബ്ലാങ്ക് ആക്കി ഇട്ടു. ഓക്കെ, അപ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡിൽ അറേഞ്ച് ചെയ്യാം. പിന്നെയോ 1 1 0 അല്ലേ, നെക്സ്റ്റ് 0 1 1, നെക്സ്റ്റ് 0 അല്ലെങ്കിൽ 1 0 1. ഓക്കെ, ഇതാണ് 6 ആ മെത്തേഡ്. 6 രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മളിങ്ങനെയായിരുന്നു. ഫസ്റ്റ് കാസറോൾ 2, ബാക്കി രണ്ടെണ്ണത്തിലും 0. പിന്നെ സെക്കൻഡ് കാസറോൾ 2, ആ രണ്ടും സെക്കൻഡ് കാസറോൾ വെച്ചു, ബാക്കി രണ്ടെണ്ണത്തിലും ഒന്നും വെച്ചില്ലായിരുന്നു. നെക്സ്റ്റ് തേർഡ് കാസറോൾ 2, ഫസ്റ്റും സെക്കൻഡിലും 0. നെക്സ്റ്റോ ഓരോന്ന് വീതം 1ലും 2ലും വെച്ചു, തേർഡ് കാസറോൾ ബ്ലാങ്ക് ആക്കി വെച്ചു. ഓക്കെ, നെക്സ്റ്റ് 0 1 1 1 0. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഇല്ല, കാരണം ഇൻഡിജർ സൊല്യൂഷനാണ്. നമുക്ക് ഒരു കേക്കിനടുത്ത് മുറിച്ചങ്ങാണ്ട് 2 വെസൽ വെച്ചിട്ടില്ല നമ്മൾ അല്ലേ. ആറ് ഒബ്ജക്റ്റിനെ n വെസലിൽ എങ്ങനെയൊക്കെ, ഈ 6 എന്നുള്ളത് ഈ ഒബ്ജക്റ്റ് എന്തായിരിക്കണം, സെയിം ഒരേപോലെയുള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തേത്, ദാറ്റ് ഈസ് 3 കാസറോളും 3 കേക്കും എടുത്തു. ദാറ്റ് ഈസ് x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 3. ഇതിനൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തേ, ഫസ്റ്റ് 1 1 1 അല്ലേ, ദാറ്റ് ഈസ് 1 പ്ലസ് 1 പ്ലസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് ഇത് ഒരു രീതിയിലായിരുന്നു, എല്ലാ കാസറോളിലും ഓരോന്ന് വെച്ചു. പിന്നെയോ 3 പ്ലസ് 0 പ്ലസ് 0 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഒന്നാമത്തെ കാസറോൾ 1, ബാക്കി രണ്ടെണ്ണത്തിലും 0, ദാറ്റ് ഈസ് 3. നെക്സ്റ്റ് 0 പ്ലസ് 3 പ്ലസ് 0, ദാറ്റ് ഈസ് 3. നെക്സ്റ്റ് 0 പ്ലസ് 0 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. പിന്നെയോ 2 പ്ലസ് 1 പ്ലസ് 0. നെക്സ്റ്റ് 2 പ്ലസ് 0 പ്ലസ് 1. നെക്സ്റ്റോ 0 പ്ലസ് 2 പ്ലസ് 1, 0 പ്ലസ് 1 പ്ലസ് 2. പിന്നെയോ 1 പ്ലസ് 2 പ്ലസ് 0, 1 പ്ലസ് 0 പ്ലസ് 2. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്തു? ദാറ്റ് ഈസ് 6 അല്ലേ, ഈക്വൽ ടു 3 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 ഈക്വൽ ടു 3. ദാറ്റ് ഈസ് 10 വേസിൽ നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലേ, 10 വേസിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, n വെസലിൽ 6 ഐഡൻറ്റിക്കൽ ഒബ്ജക്റ്റ് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്തായിരുന്നു, അഥവാ അതേ ഇക്വേഷൻ തന്നെയായിരിക്കും എന്ത്, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഈക്വൽ ടു r എന്ന ഇക്വേഷൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, r എന്താണ്, r ഈക്വൽ ടു ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ളതാണ് r. എന്നോ x1 പ്ലസ് x2 പ്ലസ് x3 എത്ര വേരിയബിൾ ഉണ്ട്, അതാണ് n. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലോ ഈ ഒരു പ്രോബ്ലത്തിലോ n പറഞ്ഞു കഴിഞ്ഞാൽ വെസൽ, r പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡൻറ്റിക്കൽ ഒബ്ജക്റ്റ്. ഓക്കെ, ദെർഫോർ ദിസ് ഈക്വൽ ടു എന്തായിരുന്നു, n പ്ലസ് r മൈനസ് 1 CR വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, r ഒബ്ജക്റ്റിനെ n വെസലിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഫോർത്ത് റിസൾട്ട്. The number of ways r identical object can be distributed among n distinct container that equal to n plus r minus 1 CR. Okay. Next time, composition of a positive integer. എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 എന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ കോമ്പോസിഷൻ, ഇതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം, 1നെ 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് 2യുടെ കോമ്പോസിഷൻ, ദാറ്റ് ഈസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് 1 എന്ന് എഴുതാം. നെക്സ്റ്റ് പിന്നെ 2 എന്ന് എഴുതാം. ഓക്കെ, 1 പ്ലസ് 1 തിരിച്ചെഴുതി കഴിഞ്ഞാലും 1 പ്ലസ് 1 തന്നെയാണ്. അപ്പോൾ 2നെ രണ്ട് കോമ്പോസിഷനാണുള്ളത്, ഒന്ന് 1 പ്ലസ് 1, രണ്ടാമത്തെ 2. നെക്സ്റ്റ് 3നെ എങ്ങനെയൊക്കെ എഴുതാം, 1 പ്ലസ് 1 പ്ലസ് 1,
അല്ലേ, ഫസ്റ്റ് കോമ്പോസിഷൻ. രണ്ടാമത്തേത് 1+2 എന്ന് എഴുതാം. നെക്സ്റ്റ് 2+1 എന്ന് എഴുതാം. നെക്സ്റ്റ് 3 എന്ന് എഴുതാം. അപ്പോൾ 3 എന്ന പോസിറ്റീവ് ഇൻറ്റിജറിന് 4 കോമ്പോസിഷൻ ഉണ്ട്. ഓക്കെ, ഇനി 4ന് ഫസ്റ്റ് 1+1+1+1 ഇത് എഴുതാം അല്ലേ. ഇത് ഇനി എങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇത് ഐഡൻറ്റിക്കലാണ് അല്ലേ, ഒരേപോലെ തന്നെ വരിക. നെക്സ്റ്റ് 2 1+3 എന്ന് എഴുതാം അല്ലേ. 1+3 3+1 ഇത് വേറെ കോമ്പോസിഷനാണ് അല്ലേ. 1+3 അതുപോലെ തന്നെ 3+1 തേർഡ് കോമ്പോസിഷൻ. ഫോർത്ത് 2+2 അല്ലേ. ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ സെയിം, കാരണം 2+2 തിരിച്ചെഴുതി കഴിഞ്ഞാലും 2+2 തന്നെയാണ്, അത് ഒരേപോലെ തന്നെ വരിക. 1+1+1+1 ഇതെങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ വരിക. ഓക്കെ, നെക്സ്റ്റ് 5 1+2+1. നെക്സ്റ്റ് 6 1+1+2. സെവൻത്ത് 2+1+1. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. 8th 4. ഇനി നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി ഒരിക്കലും നിങ്ങൾ അടുത്തൊരു കോമ്പോസിഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ 4 എന്ന ഇൻറ്റിജറിൻ്റെ കോമ്പോസിഷൻ ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 4ന് 8 കോമ്പോസിഷനാണുള്ളത്. 1+1+1, 1+3, 3+1, 2+2, 1+2+1, 1+1+2, 2+1+1, നെക്സ്റ്റ് 4. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 5ന് എത്ര കോമ്പോസിഷൻ ഉണ്ടാവും കംപ്ലീറ്റ് എഴുതി നോക്കുക, എത്ര എണ്ണം ഉണ്ടാവും. എന്തെങ്കിലും രീതിയിലുള്ള ജനറൽ റിസൾട്ട് ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അഥവാ എം എന്നുള്ളത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്പർ ഓഫ് കോമ്പോസിഷൻ ഫോർ എം ഈക്വൽ ടു, നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? 1ന് 1, 2ന് 2, 3ന് എത്രയായിരുന്നു? ഇവിടെ ഒന്നും കൂടി എഴുതാം. 1ന് 1. 2 ആണെങ്കിൽ നമുക്ക് കിട്ടിയത് 2. 3 ആണെങ്കിൽ 4 അല്ലേ. നെക്സ്റ്റ് 4 ആണെങ്കിൽ 8 അല്ലേ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻0 എന്ന് എഴുതാം. ഇതിനെ 2⁻1 എന്ന് എഴുതാം. ഇതിനെ 2⁻2 എന്ന് എഴുതാം. ഇതിനെ 2⁻3 എന്ന് എഴുതാം. നിങ്ങൾ ചെയ്ത് നോക്കുക, 5ന് എത്ര എണ്ണ എന്ന് ചെക്ക് ചെയ്യാം. അത് 16 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദറ്റ് ഈസ് 2⁻4 = 60 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്കാണ്. കംപ്ലീറ്റ് എഴുതി നോക്കുക, കംപ്ലീറ്റ് എല്ലാ കോമ്പോസിഷനും എഴുതി നോക്കുക. ദറ്റ് ഈസ് ജനറൽ റിസൾട്ട് എം എന്ന പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ നമ്പർ ഓഫ് കോമ്പോസിഷൻ 2⁻m-1. 1 ആണെങ്കിൽ 2⁻0, 2 ആണെങ്കിൽ 2⁻2-1, ദാറ്റ് ഈസ് 1. ഇവിടെ എത്രയാണോ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക, 2 that number. 4 ആണെങ്കിൽ 2⁻3, 5 ആണെങ്കിൽ 2⁻4. ഓക്കെ, അപ്പോൾ 5th റിസൾട്ട് നമ്പർ 5. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോമ്പോസിഷൻ ഫോർ പോസിറ്റീവ് ഇൻറ്റിജർ m ഈക്വൽ ടു 2⁻m-1. ഓക്കെ, ഈ 5 റിസൾട്ട് കോമ്പിനേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായി പഠിക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൻ റിസൾട്ട്. കോമ്പിനേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഈ 5 റിസൾട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. കുറേ ഇക്വേഷൻസ് സെയിം ആണ് അല്ലേ. 2⁻m-1 ലാസ്റ്റ്, അതിൻ്റെ തൊട്ട് മുന്നേ വരുന്ന 3 എണ്ണം സെയിം ഇക്വേഷനാണ്. പക്ഷേ ഓരോ കോണ്ടെക്സ്റ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ് മുതൽ ഇതിലെ മാക്സിമം പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ തരുന്ന പ്രിൻ്റ് നോട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ.